ഷീജ ചേരുന്നുണ്ട്. ഷീജയിലേക്ക് പോവുകയാണ്. ഷീജ, നേരത്തെ പ്രേക്ഷകരൊക്കെ ചോദിച്ചിരുന്നു ഷീജ എവിടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഈ ഒരു മണിക്കൂർ ഷീജയെ കാണാത്തത് കൊണ്ട് ഒരുപാട് പ്രേക്ഷകർ അന്വേഷിച്ചിരുന്നു. അപ്പൊ എന്താണ്, തിരുവനന്തപുരത്ത് മഴയൊക്കെ മാറി നിൽക്കുകയാണോ? എന്താണ് ഒരു അവസ്ഥ? എന്താണ്? അഞ്ജന, ഏതായാലും ഇപ്പോൾ ഒരു അല്പസമയമായി മഴയ്ക്കൊരൽപ്പം ശമനം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ അതിശക്തമായ മഴയാണ് ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും നഗരമേഖലകളിൽ, നഗരപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുമ്പോൾ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മഴക്കെടുതിയും വലിയ തോതിൽ വലിയ തോതിൽ കഴിഞ്ഞ ദിവസം കൂടുതലായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്നിപ്പോഴേതായാലും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സാഹചര്യമാണ്. അതിൽ 7 ജില്ലകൾ എന്ന് പറയുക, അതായത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ഈ അലർട്ടുകളിൽ ഏതായാലും രാവിലെ 10 മണിയോടുകൂടി മാറ്റം വരുന്നതായിരിക്കും. ഒരു പൊതു സാഹചര്യം നോക്കി അതിനുശേഷമായിരിക്കും ഏതായാലും ഇന്നത്തെ ഒരു കൃത്യമായ രീതിയിൽ ഏതൊക്കെ ജില്ലകളിലായിരിക്കും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുക എന്നുള്ളതൊക്കെ സംബന്ധിച്ച് നമുക്ക് 10 മണിക്കായിരിക്കും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയുക. പക്ഷേ സംസ്ഥാന വ്യാപകമായി മഴ ശക്തമായ രീതിയിൽ തുടരും. അതിൽ അതിശക്തമായത് മുതൽ അതിതീവ്രമായ മഴയ്ക്ക് വരെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിനൊപ്പം തന്നെ കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണിടിച്ചിലിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ അതാത് ജില്ലാ ഭരണകൂടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എവിടെയെങ്കിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വേണ്ട നിർദ്ദേശങ്ങൾ അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും മഴ ഈ രീതിയിൽ വരുന്ന ഒരു 3 ദിവസം കൂടി തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതിനുശേഷം മാത്രമേ ഈ അതിശക്തമായ മഴയിൽ ഒരു കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നത്. ഏതായാലും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അലർട്ട് ഇല്ലെങ്കിലും മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ അലർട്ട് ഇല്ലെങ്കിൽ പോലും രാവിലെ വരെയും ശക്തമായിട്ടുള്ള മഴ നഗരപ്രദേശത്തും മലയോര മേഖലയിലും അടക്കം ലഭിച്ചിരുന്നു എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുന്നു. അതിനൊപ്പം തന്നെ ഈ മലയോര മേഖലകളിൽ പലയിടത്തു നിന്നായി വലിയ തോതിലുള്ള നാശനഷ്ടവും ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ജന.